എല്ലാവർക്കും സ്വാഗതം. അലീന അവിടെ നിന്ന് പോയിക്കോളാന്ന് പറയുന്നത് വൈജയന്തി അങ്ങ് വിശ്വസിക്കുന്നില്ല കേട്ടോ. വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, ഇത് ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല, ഇത് നീ പലതവണ എന്നോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ, നീ ഇങ്ങനെ പോകാൻ വേണ്ടി ബാഗും റെഡിയാക്കിയിട്ട് ഒരുങ്ങി നിന്നിട്ടും പോവാത്തവളല്ലേ എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇത് അതുപോലെയല്ല, അന്ന് എനിക്ക് പോകാൻ കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു, ഇപ്പം അതുപോലെയല്ല, ഞാൻ എന്തായാലും പോയിക്കോളാം, മാഡം തിരിച്ചു വരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്നത്തെ തടസ്സം ഇപ്പോൾ എങ്ങനെ മാറി കിട്ടിയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അന്ന് എനിക്ക് അച്ഛൻ്റെ അനുവാദം വേണമായിരുന്നു പോകാൻ വേണ്ടിയിട്ട്, ഇന്ന് എനിക്കത് വേണ്ട, ഞാൻ അച്ഛനോടൊന്നും അനുവാദം ചോദിക്കാൻ നിൽക്കുന്നില്ല, മാഡം തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ നിനക്ക് 4-5 ദിവസം കൊണ്ട് പോകുന്നല്ലേ പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നോളാം എന്നാണ് കേട്ടോ വൈജയന്തി പറയുന്നത്. അത്രയും ദിവസം ഞാനിവിടെ നിന്നോളാം എന്ന് പറയുമ്പോൾ അലീന പറഞ്ഞു നോക്കുന്നുണ്ട് തിരിച്ചു വരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അലീന പോവാതെ അവിടുന്ന് അനങ്ങില്ല എന്നാണ് പറയുന്നത്. ഞാനത് നേരത്തെ തീരുമാനം എടുത്തതാണ്, എനിക്കൊരൊറ്റ നിലപാടേ ഉള്ളൂ, ഞാനും നീയും കൂടെ കടപ്പാട്ടൂരിൽ ഇനി വേണ്ടാന്ന് പറയേ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മ ഇത് വല്ലാത്തൊരു വാശിയാണ്, അലീന ചേച്ചി പോയിട്ട് അമ്മ അങ്ങോട്ടേക്ക് തിരിച്ചു വരാമെന്ന് വിചാരിക്കേണ്ടെന്ന് പറയുമ്പോൾ വേണ്ടടി, എനിക്കൊരു നിർബന്ധമില്ല, നീയൊക്കെ ഇവളെയും കെട്ടിപ്പിടിച്ചിരുന്നോ എന്ന് അറിയൂട്ടോ. അപ്പോൾ ബബിത വീണ്ടും പറയാൻ തുടങ്ങുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, വേണ്ട, നിങ്ങൾ അമ്മയും മക്കളാണ് ഇനി ഒന്നിച്ച് താമസിക്കേണ്ടത്, ഞാൻ പോവേണ്ടവളാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ടി അമ്മേനോട് തർക്കിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേഹത്ത് മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മരുന്ന് വെച്ച് സുഖപ്പെടുത്താം, പക്ഷേ വാക്കുകൾ കൊണ്ട് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഇങ്ങനെ സുഖപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബബിതേനെ വിളിച്ചുകൊണ്ട് അലീന അവിടുന്ന് പോകുന്നുണ്ട്. അവരങ്ങ് പോയി കഴിയുമ്പോൾ രോഹിത്താണെങ്കിലും വൈജയന്തിനോട് പറയുന്നുണ്ട്, അമ്മ ഇത് വലിയ കഷ്ടമാണ് കേട്ടോ, ശങ്കരൻ പിന്നെയും തെങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ പോലെയാണ് അമ്മയുടെ കാര്യം എന്ന് പറയുകയാണ്. അമ്മ ഇവിടെ അഭയാർത്ഥിയായിട്ടാണ് കിടക്കുന്നത്, അമ്മയ്ക്ക് ഇവിടെ അവകാശം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവകാശമുണ്ട്, അതുപോലെ തന്നെ അമ്മയ്ക്ക് നല്ല ശമ്പളം കിട്ടുന്ന ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയുകയാണ്. എന്നാലും ഒരു അഭയാർത്ഥിനെ പോലെയാണല്ലോ അവിടെ നിൽക്കുന്നത്, അതുകൊണ്ടായിരിക്കാം രോഹിത്ത് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് വൈജയന്തി പറയാണ്, നിൻ്റെ അടുത്തൊന്നും ഞാൻ കൈനീട്ടാൻ വന്നിട്ടില്ലല്ലോ, ഇനി ഒരിക്കലും അത് വരത്തുമില്ല, എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ മോനെ എന്ന് പറയട്ടോ. പിന്നീട് വൈജയന്തിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി രോഹിത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അതുപോലെ തന്നെ കൃഷ്ണയും പറയുന്നുണ്ട്, ഇത് കുറച്ച് കഷ്ടമാണ് കേട്ടോ എന്ന്. അപ്പോൾ വൈജയന്തി കൃഷ്ണനോട് പറയും, അമ്മ എവിടെയെങ്കിലും അഭയാർത്ഥിയായി കിടന്നാലും നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്കൊക്കെ അവളുടെ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറയും. പിന്നീട് വൈജയന്തിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി കൃഷ്ണയെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. പിന്നീട് ഇവരെല്ലാവരും കൂടെ 4 പേരും കൂടെ ഇരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മനു അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങൾ എന്ന്. അപ്പോൾ അലീനയാണ് മനുവിനോട് പറയുന്നത്, ഒന്നും നടക്കില്ല, മാഡം വിട്ടു തരില്ല എന്ന് പറയുന്നുണ്ട്, 1 മില്ലിമീറ്റർ മാഡം വിട്ടു തരില്ല, നല്ല വാശി തന്നെയാണ് എന്ന് പറയുകയാണ്. ഞാൻ ഇവിടുന്ന് പോവാതെ മാഡം തിരിച്ചു വരില്ല എന്നാണ് പറയുന്നത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അലീന ഇനിയിപ്പോൾ തിരിച്ച് കടപ്പാട്ടൂരിലേക്ക് പോയിട്ടുണ്ടെങ്കിലും മാഡം അവിടെ കുറച്ച് ദിവസം നിന്നിട്ട് വാടക വീട്ടിലേക്ക് മാറും, അതാണ് പ്രശ്നമെന്നൊക്കെ പറയുകയാണ്. അലീന പോവല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് കേട്ടോ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ബബിതയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഞങ്ങളിവിടെ അമ്മേനോട് ഇങ്ങനെ സമരം ചെയ്ത് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അമ്മ എന്തായാലും നടപടി എടുക്കുന്ന ഇതൊന്നും കാണുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്, എക്സാമാണ് വരുന്നത്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല, കൃഷ്ണയ്ക്കും ബബിതയ്ക്കൊക്കെ എക്സാം ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. രോഹിത്തിന് പിന്നെ സസ്പെൻഷൻ ആയതുകൊണ്ട് അത് അത്ര വലിയ പ്രശ്നമില്ല എന്നും പറയുന്നുണ്ട്. പിന്നീട് മനു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അങ്കിളിനോട് ഈ കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചില്ലേന്ന്. അപ്പോൾ അലീന പറയും, അച്ഛനെ അമ്മ വന്നാലും പോയാലും ഒരു പ്രശ്നമില്ല, ആ രീതിയിലാണ് അച്ഛൻ നിൽക്കുന്നതെന്ന് പറയൂ കേട്ടോ. അപ്പോൾ ബബിത പറയാണ്, അച്ഛൻ്റെ ഭാഗത്തല്ലേ തെറ്റ് എന്നിങ്ങനെ പറയും. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലയെന്ന്, അപ്പോൾ അതങ്ങ് വെറുതെ പറഞ്ഞാൽ മതിയോ, അതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്കും കൂടെ അറിയണ്ടേ എന്ന് പറയും. അപ്പോൾ എല്ലാം അങ്ങ് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ മനു ആണെങ്കിലും പറയട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അലീനയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അലീന വേണ്ട എന്നിങ്ങനെ തലയാട്ടുകയാണ് കേട്ടോ. പിന്നീട് അവർ തിരിച്ചു പോകുന്ന കാര്യമൊക്കെ മനുവിനോട് പറയുന്നുണ്ടായിരുന്നു, ബബിതയ്ക്കും കൃഷ്ണയ്ക്കും എക്സാം ആണ്, ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറയും. അപ്പോഴേക്കും ശിവനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കും. അപ്പോൾ അവർ ശിവനോടും പറയുന്നുണ്ടായിരുന്നു, അമ്മ എന്തായാലും അലീനയാണ് പറയുന്നത്, മാഡം എന്തായാലും തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നിങ്ങളെ ഒന്നും മുഷിപ്പിക്കുന്നില്ല, തിരിച്ചു പോവാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അലീന അങ്ങോട്ട് വന്നത് തെറ്റായി പോയി എന്നാണ് ശിവൻ പറയുന്നത്, ഇവർ വന്ന കൂട്ടത്തിൽ നീയും കൂടെ വന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവരുടെ കൂടെ വന്നിട്ടില്ലെങ്കിലും മാഡം തിരിച്ചു വരാനൊന്നും പോകുന്നില്ല, പിന്നെ ഞാൻ ഇവരുടെ കൂടെ വന്നത് എനിക്ക് എൻ്റെ കൂടപ്പിറപ്പുകളുടെ കൂടെ കുറച്ച് ഒരു ദിവസം ഇവിടെ നിൽക്കണം എന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാനിവിടെ വേലക്കാരിയായിട്ട് അല്ലേ നേരത്തെ നിന്നിട്ടുള്ളത്, പക്ഷേ ഞാൻ അങ്ങനെ നിൽക്കേണ്ടി ഇരുന്നവളാണോ എന്നൊക്കെ ഇങ്ങനെ ശിവനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശിവനൊന്നും മിണ്ടാനില്ല, ശിവനും കുറച്ച് സങ്കടമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ അലീന പറയും, ഞാനിങ്ങനെ അവകാശം പറയുമെന്നല്ല, എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ, എന്തായാലും തിരിച്ചു പോവാണെന്ന് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും കടപ്പാട്ടൂരിൽ നിന്ന് പോവും അങ്കിളേന്ന് പറയുന്നുണ്ട്, ഞാൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാഡത്തിനെ അവിടെ തിരിച്ചെത്തിക്കേണ്ട ചുമതല നിങ്ങൾക്കൊക്കെ ഉള്ളതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ശിവൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നതിന് മുന്നേ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ബാലചന്ദ്രൻ വിളിച്ചാൽ
ചിലപ്പോൾ അവൾ വന്നു എന്ന് വരും, അതുകൊണ്ട് അയാളോടൊന്ന് സംസാരിച്ച് നോക്കായിരുന്നില്ലേ എന്ന് പറയും. അപ്പം അച്ഛൻ എന്തായാലും അമ്മേനെ വന്ന് വിളിക്കില്ല. ഇനിയിപ്പോൾ അങ്ങനെ വന്ന് വിളിച്ചാൽ തന്നെ അച്ഛനും അമ്മയും ഒരുമിച്ചുള്ള ലാസ്റ്റ് ദിവസം അതായിരിക്കും എന്നും പറയാണ് കേട്ടോ. എന്തായാലും പിന്നീട് അവർ പോവാണെന്ന് തീരുമാനിക്കുന്നുണ്ട്. അലീന പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ പോകാൻ നോക്കട്ടെ എന്ന് എല്ലാവരോടും റെഡി ആവാനായിട്ട് പറയേ. ശിവനും പിന്നീട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവർ കടപ്പാട്ടൂർ എത്തുകയാണ്. അപ്പോൾ ആരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട് എന്താ ആരും ഇറങ്ങുന്നില്ലേന്ന്. അപ്പോൾ അലീന പറയും നമ്മൾ ഇങ്ങനെ പോയ കാര്യം നടന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ബബിത പറയും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, നമ്മളെല്ലാവരും കൂടെ അമ്മ വീട്ടിൽ പോയി എല്ലാവരെയും കണ്ട് ഒരു ദിവസം അവിടെ നിന്നു എന്ന് വിചാരിച്ചാൽ പോലെ എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോഴും അലീന പറയുന്നുണ്ട് എന്തായാലും നമ്മൾ പോയ കാര്യം നടന്നില്ലല്ലോ എന്ന്. അപ്പോൾ രണ്ടും കൂടെ നടക്കില്ല എന്ന് അമ്മ പറഞ്ഞല്ലോ, ഒന്നിൽ അലീന ചേച്ചി പോകണം അല്ലെങ്കിൽ അമ്മ പോകണം എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ പോവാലേ, എനിക്കിവിടെ ഇങ്ങനെ മുറിച്ച് മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളൊന്നും ഇല്ലല്ലോ, ഞാൻ അഭയാർത്ഥിയായിട്ട് കയറി വന്നവളല്ലേ, ഞാൻ എന്നായാലും പോവേണ്ടവളാണ് എന്ന് പറയൂ കേട്ടോ. അപ്പം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, എനിക്ക് വേണമെങ്കിലും പോവാം, ഇപ്പോൾ ഇവിടുന്ന് അമ്മ ഇറങ്ങി പോയില്ലേ അതുപോലെ എനിക്ക് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പോവാം, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് ബബിത വണ്ടിയിൽ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കയറി വരുന്ന സമയത്താണ് ബാലേന്ദ്രൻ പുറത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പം അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കും കൃഷ്ണമോള്. അപ്പോൾ കാറ് കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് ഞാൻ ഗോവർദ്ധനെ എറണാകുളത്തേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ പോയപ്പോൾ 4 പേരുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഒരാളെവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അച്ഛൻ എന്താ കണ്ണ് കണ്ടൂടെ, രോഹിയേട്ടൻ അതാ കാറിൽ എന്നിങ്ങനെ പറഞ്ഞ് ബബിത കാണിച്ചു കൊടുക്കും കേട്ടോ. എന്നിട്ട് പിന്നീട് പോയ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ. അപ്പോൾ മോളെ നീ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോഴത്തന്നെ ഞാൻ പറഞ്ഞതല്ലേ വെറുതെ പാഴ്വേലയ്ക്ക് നിൽക്കേണ്ട എന്നുള്ളത്, അവൾക്ക് മക്കളും അതുപോലെ തന്നെ ആരുമില്ല, അവൾക്ക് അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രനാണെങ്കിലും പറയുകയാണ്. പിന്നീട് രോഹിതും അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് അമ്മ വരാത്തതിൽ അച്ഛനൊരു വിഷമമില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാ വിഷമം, കുറച്ച് മനസ്സമാധാനത്തോടു കൂടി കഴിയാം എന്നിങ്ങനെ പറയുമ്പോൾ അലീന പറയാണ് ആ മനസ്സമാധാനം അത്ര നല്ലതല്ല, അത് അധികകാലം നീണ്ടു നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അലീന അകത്തേക്ക് അങ്ങ് കയറി പോകും കേട്ടോ. അപ്പോൾ അവളെന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയത് എന്നിങ്ങനെ ബബിതേനോടും കൃഷ്ണേനോടും ചോദിക്കുകയാണ്. രോഹിത്തും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അലീന ചേച്ചി ഇവിടുന്ന് പോകുമെന്നാണ് പറഞ്ഞത് എന്നിങ്ങനെ അവർ ബാലേന്ദ്രനോട് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങ് കയറുവേ. അപ്പോൾ ബാലേന്ദ്രനും എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അലീന കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ബാഗിൽ നിന്ന് എന്തോ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് രോഹിത് അങ്ങോട്ടേക്ക് വരുന്നത്. രോഹിത് വരുമ്പോൾ തന്നെ അലീന ഇങ്ങോട്ട് വാ കയറി ഇരിക്കുകയെന്നൊക്കെ പറയുന്നുണ്ട്, ഇവിടെ വന്ന് ഇരിക്കുകയെന്ന് പറയും കേട്ടോ. അപ്പോൾ ചേച്ചീനോട് ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയും. അപ്പോൾ എന്താണെങ്കിലും ചോദിച്ചോ, ഞാൻ കൃത്യമായിട്ടുള്ള മറുപടി തരാം എന്നിങ്ങനെ അലീന രോഹിത്തിനോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് അന്ന് നമ്മൾ കോളേജിൽ പോയപ്പോൾ അന്ന് അവിടെ നിന്ന് മാനേജർ അച്ഛനോട് ചേച്ചി പറഞ്ഞല്ലോ, അങ്ങനെ അച്ഛൻ ചോദിച്ചല്ലോ അങ്ങനെ ചേച്ചിയുടെ റിയൽ ഫാദർ ബാലചന്ദ്ര മേനോനാണോ എന്നുള്ളത്, ചേച്ചി അതുവരെ ഇങ്ങനെ ഓർഫനേജിലാണോ എന്ന് വിചാരിച്ച് എന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ചോദിച്ചതായിരിക്കും അച്ഛൻ എന്ന് പറയുമ്പോൾ ആവാം എന്നിങ്ങനെ അലീനയും പറയാണ് കേട്ടോ. അന്ന് ചേച്ചി ഇങ്ങനെ ഫാദറിനോട് പറഞ്ഞത് ബാലചന്ദ്ര മേനോനല്ല ചേച്ചിയുടെ റിയൽ ഫാദർ എന്നാണ്, അത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അത് സത്യമാണെന്ന് പറയും കേട്ടോ. അച്ഛനല്ല എൻ്റെ റിയൽ ഫാദർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ എല്ലാവരോടും അച്ഛൻ അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്, ചേച്ചി അച്ഛൻ്റെ മോളാണെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്, കല്യാണത്തിന് മുന്നേ ഏതോ ഒരു ആംഗ്ലോ ലേഡിയിലുണ്ടായ മകളാണെന്നാണല്ലോ ഇവിടെ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്, ഇവിടെ എല്ലാവരും അതല്ലേ വിചാരിച്ച് വെച്ചിരിക്കുന്നത്, പിന്നെ എന്തിനാ അച്ഛൻ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് അത് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയും കേട്ടോ. ഞാനും അച്ഛനും തമ്മിൽ തെറ്റായ ബന്ധമുണ്ട് എന്നൊക്കെയാണല്ലോ ഇവിടെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. അപ്പം ഞാൻ അച്ഛൻ്റെ സ്വന്തം മകളാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംസാരം പിന്നെ ഉണ്ടാവില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞൊരു കള്ളക്കഥയാണ് അതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത് പറയും ചേച്ചി എൻ്റെ സ്വന്തം സഹോദരിയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, അത് ഇങ്ങനെ സ്റ്റെപ്പ് സിസ്റ്റർ ആണെന്നാണ് വിചാരിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിനക്കറിയേണ്ടത് ഇനി ഞാനും നീയും തമ്മിൽ രക്തബന്ധം ഉണ്ടോയെന്നല്ലേ, അപ്പോൾ ഞാനും നീയും തമ്മിൽ രക്തബന്ധമുണ്ട്, അത് സത്യം തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് അച്ഛൻ്റെ മോളല്ലെങ്കിൽ പിന്നെ അതെങ്ങനെയാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് അച്ഛൻ്റെ മോളല്ലാതെ രക്തബന്ധം ഉണ്ടാവാലോ എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് ആകെ കിളി പോയ പോലെ തോന്നുകയാണ്, ചേച്ചി എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയും, എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്, എന്നെ ഇങ്ങനെ ടെൻഷൻ ആക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലീന പറയുകയാണ് അത് ഞാൻ എന്തായാലും നിന്നോട് ഒരു ദിവസം പറയാം എല്ലാ കാര്യങ്ങളും, നമ്മൾ രണ്ടുപേരും ഇതുപോലെ ഒരുമിച്ച് ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഇപ്പോൾ നീ എന്നെ ഇങ്ങനെ വെറുതെ ഒന്ന് വിട്ടേക്ക് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് രോഹിത്താണെങ്കിലും അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ചേച്ചി അന്ന് ഫാദറിനോട് പറഞ്ഞല്ലോ ചേച്ചിക്ക് ചേച്ചീൻ്റെ അച്ഛനെയും അമ്മേനെയും അറിയാമെന്നുള്ളത്, അത് ഇങ്ങനെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അതെ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മേനെയും അറിയാം, പക്ഷേ അവർക്കാണ് എന്നെ അറിയാത്തത് എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ.
അത് കഴിഞ്ഞ് പിന്നീട് ബാലചന്ദ്രനാണെങ്കിലും മുകളിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് അലീന അച്ഛ ഒന്ന് നിൽക്കണേന്ന് പറയും, ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറയും. അപ്പം ബാലേന്ദ്രൻ മുകളിലേക്ക് പോകാൻ തുടങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് തന്നെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ രോഹിത്തിനെയും കൊണ്ട് ശരണ്യയുടെ വീട്ടിൽ പോയിക്കോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ എന്തിനാ നീ ഇപ്പോൾ അവനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത് എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് അവരാണെങ്കിൽ നമ്മളെ വിശ്വസിച്ച് ആ പെൺകുട്ടി അമ്മ ഇവിടെ വന്നില്ലേ, അപ്പോൾ നമുക്ക് അവരെയും അത്ര ഇത് വിശ്വാസം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് അങ്ങോട്ടേക്കും ചെല്ലാം, അവർക്ക് വലിയ സന്തോഷമാവും എന്ന് പറയാണ് കേട്ടോ. നമ്മളെപ്പോഴും അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള ഇതിൽ അവർക്കൊരു ഉറപ്പ് വരും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു ഉറപ്പ് കൊടുക്കുന്ന പോലെയാണ് എന്നൊക്കെ ഇങ്ങനെ അലീന പറയുമ്പോൾ നിനക്ക് അവിടെ കിട്ടിയ സ്വീകരണം രോഹിത്തിനെ കൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ കിട്ടിക്കൊള്ളണമെന്നില്ല. അവൻ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരാളാണ്. നാട്ടുകാർ അവനോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അറിയില്ല, ചിലപ്പോൾ മോശമായിട്ട് അവനോട് പെരുമാറിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അച്ഛന് അവനെ എൻ്റെ കൂടെ വിടാൻ പേടിയാണോ എന്ന്. അപ്പോൾ പേടിയായിട്ടല്ല എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ബാലേന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ട്. അലീനയോടും ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, 2-3 തവണയായി നീ ഇവിടുന്ന് പോവാണെന്ന് ഇങ്ങനെ കേൾക്കുന്നു, എന്താ തൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീനയും രോഹിത്തും ശരണ്യയുടെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ട്. ശരണ്യനോട് ഇങ്ങനെ സോറിയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. രോഹിത്ത് ശരണ്യനോട് മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇങ്ങനെ അവരുടെ കൂടെ അവിടെ വരാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശരണ്യയുടെ കൈയൊക്കെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഒന്നും മനസ്സിൽ വെച്ചേക്കരുതിട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് കേട്ടോ. രോഹിത്ത് കരയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ ശരണ്യയ്ക്കും കരച്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും മനസ്സിൽ വെച്ചേക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനയാണെങ്കിൽ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നിന്റെ മനസ്സ് തെളിഞ്ഞില്ലേ മോനെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ശരണ്യ അലീനയും കൂടി സംസാരിക്കുകയാണ്. ശരണ്യനോട് അലീന പറയുന്നുണ്ട്, നീ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പോയ പോലെയാണ് എന്ന്, അപ്പോൾ ചേച്ചീനെ ഞാൻ തോൽക്കാൻ വിടില്ല എന്നൊക്കെ ശരണ്യ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് പ്രൊമോയിൽ കാണിച്ച്